ബി.ജെ.പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിലാണ് അമിത്ഷായെ പിൻഗാമിയാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് കെജ്രിവാൾ വിമർശിച്ചത്. ഒരു പടി കൂടി കടന്ന് യോഗി ആദിത്യനാഥിനെ മോദി അപ്രസക്തനാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. തൊട്ടു പിന്നാലെ 75 വയസ്സു കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെ ബി.ജെ.പിയെ നയിക്കുമെന്ന് അമിത്ഷാ വിശദീകരിച്ചു. ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ. പ്രായപരിധി പറഞ്ഞ് എൽ.കെ. അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിക്ക് 2 വർഷം കഴിഞ്ഞാൽ 75 വയസ്സാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തഴഞ്ഞ് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. നരേന്ദ്രമോദിക്ക് പ്രായപരിധി ബാധകമല്ലെന്ന് അമിത്ഷായുടെ മറുപടി. 2029 നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അമിത്ഷാ. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है. ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना चाहिए. കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ആദ്യ ദിവസം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ചയാക്കാൻ കഴിഞ്ഞത് നേട്ടമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി പ്രചരണം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളുടെ എണ്ണം ബി.ജെ.പിയും വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24.